എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഗ്രേഡ് 9 സോഷ്യൽ സയൻസ് സെക്കൻഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫിയാണ്. സിഗ്നേച്ചർ ഓഫ് ടൈം എന്ന് പറയുന്ന ജിയോഗ്രഫി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് ദ സിഗ്നേച്ചർ ഓഫ് ടൈം, കാലത്തിൻ്റെ കയ്യൊപ്പുകൾ തന്നല്ലോ. കുറച്ച് മാപ്പുകൾ തന്നിട്ടുണ്ട്. അതിൽ എർത്ത് കേക്കുള്ള സോണുകൾ, ഭൂകമ്പ മേഖല, അതുപോലെ തന്നെ അഗ്നിപർവ്വത സോണുകൾ അല്ലെങ്കിൽ വോൾക്കാനിക് സോണുകൾ തന്നിട്ടുണ്ട്. പിന്നെ മേജർ മൗണ്ടെയിൻ റേഞ്ചസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എർത്തിൽ നടക്കുന്ന ഫിനോമിനകളാണ് തന്നല്ലോ. ഭൗമ ഉപരിതലത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എർത്ത് ഫിനോമിനാസ്. ഏതൊക്കെയാണ്? എർത്ത് കേക്സ്, അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷനുകൾ, ഇതിനൊക്കെയുള്ള ഇതൊക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് അല്ലെങ്കിൽ ആ മാപ്പ് നമ്മൾ നോക്കുകയാണ്, എർത്തിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ എർത്ത് കേക്കും അതുപോലെ തന്നെ വോൾക്കാനോസും മൗണ്ടൻ റേഞ്ചസും കൂടി ചേർത്ത് നമുക്കത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് വരുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ നിഗമനങ്ങളെന്ന് പറയുന്നത്, എർത്ത് കേക്സ് ആർ ഫ്രീക്വൻ്റ് ഇൻ സർട്ടൻ പാർട്ട് ഓഫ് ദി എർത്ത്, അല്ലേ? ഭൂമിയുടെ ചില നിശ്ചിത ഭാഗങ്ങളിൽ തുടർച്ചയായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വാർത്തകളിലും അതിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. കൂടുതലും ചില നിശ്ചിത ഏരിയകളിലാണ്, സെർട്ടൈൻ പാർട്ട് ഓഫ് എർത്താണ് കൂടുതലും ഫ്രീക്വൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വോൾക്കാനോസ് ആർ മോർ കോമൺ ഇൻ സർട്ടൻ സ്പെസിഫിക് റീജിയൻ. ചില നിശ്ചിത മേഖലകളിൽ കൂടുതലും പൊതുവായി കാണപ്പെടുന്ന, കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്? വോൾക്കാനോസ് കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നുണ്ട്. There are some peculiarities in the distribution of mountains, അല്ലേ? അപ്പോൾ മൗണ്ടെയിൻസിൻ്റെ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ വിന്യാസത്തിൽ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിതരണത്തിൽ, വിന്യാസത്തിൽ, വ്യാപിച്ച് കിടക്കുന്നതിൽ, പർവ്വതങ്ങളുടെ വ്യാപനത്തിൽ കാണാൻ കഴിയും? There are some peculiarities, ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഗ്രാഫ് നോക്കിയാൽ, ആ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ എർത്ത് കേക്ക് സോൺസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മൗണ്ടെയിൻസ് ഓൺ ദ എർത്ത് സർഫേസ് മോർ ഓർ ലെസ് കോയിൻസൈഡ്, അല്ലേ? പിന്നെ ഭൂകമ്പ മേഖലകൾ, എർത്ത് കേക്ക് സോണുകളും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൗണ്ടെയിൻസും, പർവ്വതങ്ങളുടെ വിന്യാസം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനം എന്ന് പറയുന്നതും എർത്തിൻ്റെ സർഫേസിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലാണ്, അല്ലെങ്കിൽ അവ ഏകദേശം പരസ്പരം ഏറെക്കുറെ ഒത്തുചേർന്ന് വരുന്നവയാണ്. പർവ്വതങ്ങളും അവിടെ എർത്ത് കേക്കുണ്ടാകുന്ന സോണുകളും ചിലപ്പോൾ ഏറെക്കുറെ ഒരേ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഇവ ഒത്തുചേർന്ന് വരുന്ന ഭൂമിയിലെ ചില മേഖലകൾ അവിടെ ഉണ്ട്, അല്ലേ? പിന്നെ ഓഷനിലും, അല്ലേ? ഓഷനിൽ ഇതുപോലെ മൗണ്ടെയിൻ റേഞ്ചസ് അല്ലെങ്കിൽ റിഡ്ജുകൾ ഇവിടെയുണ്ട്, ഓഷനിലും ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ടും എർത്ത് ഫിനോമിനൻ അല്ലെങ്കിൽ ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള തന്നല്ലോ കുറച്ച് കാര്യങ്ങൾ, എർത്ത് ഫിനോമിനെ കുറിച്ചുള്ള കുറച്ച് മാപ്പാണ് തന്നിരിക്കുന്നത്. അതിലൂടെ നമ്മളുണ്ടാക്കിയ കൺക്ലൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എർത്ത് കേക്ക് സോണുകൾ, അല്ലേ? വോൾക്കാനോസ്, അതുപോലെ തന്നെ മൗണ്ടൻ റേഞ്ചുകൾ ഓവർലാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ മേഖലയിൽ കൂടുതലും കാണപ്പെടുന്നു ഏകദേശം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എർത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എർത്തിൻ്റെ പാർട്ട് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ ഏതാണ് ഏറ്റവും ടോപ്പ് കാണുന്നത്? ക്രസ്റ്റാണ്. അപ്പോൾ crust, which is the outermost layer of the earth, is
സോളിഡ് അല്ലേ. അപ്പോൾ എർത്തിൻ്റെ തന്നെ പാർട്ട് ഏറ്റവും പുറംപാളി ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റാണ്. ആ ക്രസ്റ്റ് എന്ത് രൂപത്തിലാണ് ഇരിക്കുന്നത്? സോളിഡ് ഫോമിലാണ് അല്ലേ, ഖര രൂപത്തിലാണ്. ഇനി ദ ക്രസ്റ്റ് ടുഗദർ വിത്ത് ദ അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ഈസ് നോൺ ആസ് ദ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ ആണല്ലോ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഏതും ചേരുന്നതാണ്. ഒന്ന് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് എർത്ത്, അതും പിന്നെ ടുഗദർ വിത്ത് ഏതും ചേരുന്നതാണ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിലിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഉപരിഭാഗം. അപ്പം മാൻഡിലിൻ്റെ ഉപരിഭാഗവും ക്രസ്റ്റും ഭൂവൽക്കവും ചേരുന്നതാണ് എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ദ ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ആസ് എ സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദ ബ്രോക്കൺ ഷെൽ ഓഫ് ആൻ എഗ്. ഒരു മുട്ടത്തോട് അല്ലേ പൊട്ടിയാൽ എങ്ങനെയിരിക്കും, അതുപോലെ സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പല കഷ്ണങ്ങളായാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. Compared to the thickness of the portion from the crust to the inner core, the lithosphere is very thin. അപ്പോൾ ക്രസ്റ്റിൽ നിന്ന് ഇവിടേക്ക് ഇന്നർ കോറിലേക്ക് പോകും തോറും അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കനം നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ദ ലിത്തോസ്ഫിയർ ഈസ് വെരി തിൻ. ഉള്ളിലോട്ട് പോകും തോറും എന്താണ് അതിൻ്റെ കനം? ലിത്തോസ്ഫിയറിൻ്റെ കനമെന്ന് പറയുന്നത് തിന്നാണ് അല്ലേ, വളരെയധികം കനം കുറവാണ്. എവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ തിക്നെസ് ഓഫ് ദി പോർഷൻ ഫ്രം ദ ക്രസ്റ്റ് ടു ദ ഇന്നർ കോർ. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഇന്നർ കോറിലേക്ക് അല്ലെങ്കിൽ അകക്കാമ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തിക്നെസ് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ കനം നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്താണ്? ലിത്തോസ്ഫിയറിൻ്റെ കനമെന്ന് പറയുന്നത് എന്താണ്? വളരെ തിന്നാണ്, വെരി തിൻ. These portions of the lithosphere, which are several thousand kilometers wide and roughly 100 kilometers thick, are called lithospheric plates. ഇപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെല്ലാമാണ്? ഈ പോർഷൻ ഏതാണ്? ക്രസ്റ്റ് ടു ദ ഇന്നർ കോർ അല്ലേ, അത് എന്തുണ്ട്? വിച്ച് ആർ സെവറൽ തൗസൻഡ് കിലോമീറ്റർ വൈഡ്. അത് അനേകായിരം കിലോമീറ്ററുകളോളം വൈഡാണ് അല്ലെങ്കിൽ വിസ്തൃതി ഉള്ളതാണ്. പിന്നെ പരമാവധി റഫ്ലി 100 കിലോമീറ്റേഴ്സ് ഓഫ് തിക്ക്, 100 കിലോമീറ്ററോളം കനവുമുള്ള ലിത്തോസ്ഫിയറിൻ്റെ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ്, പോർഷനെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. വെദർ മേജർ ഓർ മൈനർ, ഈച്ച് പ്ലേറ്റ്സ് മേ എക്സ്ക്ലൂസീവ്ലി കണ്ടെയ്ൻ ഐദർ ഓഷാനിക് crust or continental crust or contain combinations of oceanic and continental crust. ഇനി ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഏതോ ആയിക്കോട്ടെ, അത് മേജർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൈനർ ആയിക്കോട്ടെ, വളരെ വലുതായ പ്ലേറ്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ വളരെ ചെറുതായ ലിത്തോസ്ഫിയർ പ്ലേറ്റുകളായിക്കോട്ടെ, ഈച്ച് പ്ലേറ്റ് മേ എക്സ്ക്ലൂസീവ്ലി കണ്ടെയ്ൻ അല്ലേ, ഓരോ പ്ലേറ്റും എന്ത് ഉൾക്കൊള്ളുന്നു? ഒന്നുകിൽ ഓഷ്യാനിക് ക്രസ്റ്റ് ആകാം അല്ലേ, സമുദ്ര ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കാം, അല്ലെങ്കിലോ ഓർ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് വൻകര ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കാം, അല്ലെങ്കിലോ ഓർ കണ്ടെയ്ൻ കോമ്പിനേഷൻ ഓഫ് ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് അല്ലേ, സമുദ്ര വൻകര ഭാഗങ്ങൾ രണ്ടും കൂടി ചേരുന്നതാകാം, അതിൻ്റെ സമ്മിശ്ര രൂപവുമാകാം എന്ന് പറയുന്നത് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ആണല്ലോ. വെദർ മേജർ ഓർ മൈനർ, ഈച്ച് പ്ലേറ്റ് മേ എക്സ്ക്ലൂസീവ്ലി കണ്ടെയ്ൻ ഐദർ ഓഷ്യാനിക് ക്രസ്റ്റ് ഓർ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഓർ കണ്ടെയ്ൻ കോമ്പിനേഷൻ ഓഫ് ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, എല്ലാത്തിലും എന്തുണ്ടൊരു നാച്ചുറൽ ബൗണ്ടറി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ദീസ് നാച്ചുറൽ ബൗണ്ടറീസ്
നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിനെ നമുക്കൊന്ന് വിളിക്കാം ലിത്തോസ്ഫിയറിൻ്റെ ബൗണ്ടറി, ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ ബൗണ്ടറികളായിട്ട് നമുക്ക് വിളിക്കാൻ കഴിയും തന്നല്ലോ. അപ്പോൾ ദീസ് നാച്ചുറൽ ബൗണ്ടറീസ് തന്നല്ലോ ആർ ദ ബൗണ്ടറീസ് ഓഫ് ദി ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് തന്നല്ലോ. പ്ലേറ്റുകൾ, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ അരികുകളെന്നാണ് എന്താണ് ഈ പ്രകൃതിയാലുള്ള ബൗണ്ടറികളെ വിളിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മളടുത്ത തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ പ്ലേറ്റും അതിൻ്റെ ബൗണ്ടറികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും എത്ര ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഉണ്ട്? മെയിനായിട്ട് 7 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണുള്ളത്. 7 ശിലാമണ്ഡല ഫലകങ്ങളുണ്ട്. എത്ര എണ്ണമാണ്? 7 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പസഫിക് പ്ലേറ്റ്, മറ്റൊന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, മൂന്നെന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, അടുത്തത് 4 പറയുന്നത് ആഫ്രിക്കൻ പ്ലേറ്റ്, 5 യൂറേഷ്യൻ പ്ലേറ്റ്, 6 അറ്റ്ലാന്റിക് പ്ലേറ്റ്, 7 ആസ്ട്രേലിയൻ പ്ലേറ്റ്. അങ്ങനെ മേജർ പ്ലേറ്റുകളെന്ന് പറയുന്നത്, മേജർ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെന്ന് പറയുന്നത് എത്രയാണ്? 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പം വാട്ട് ആർ ദ ഡിഫറൻറ്റ് മേജർ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്? ഏതെല്ലാമാണ് മേജർ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെന്ന് പറയുന്നത്? ആസ്ട്രേലിയൻ ഫലകം, പസഫിക് ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, യൂറേഷ്യൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, അതുപോലെ തന്നെ അന്റാർട്ടിക് ഫലകം. അങ്ങനെ 7 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുണ്ട്. പസഫിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, യൂറേഷ്യൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, ആസ്ട്രേലിയൻ പ്ലേറ്റ്. ചില ടെക്സ്റ്റുകൾ ചിലപ്പോൾ അന്റാർട്ടിക് പ്ലേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലായിരിക്കും. ഏറ്റവും ലാസ്റ്റ് താഴെ ആ ഫിഗർ 2.6 എന്ന് എഴുതിയിരിക്കുന്ന ആ പോർഷനാണ് എന്തെന്ന് പറയുന്നത് അന്റാർട്ടിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലില്ല എങ്കിൽ വേണമെങ്കിൽ അത് കുറിച്ച് വച്ചേക്കണം. തന്നല്ലോ ടോട്ടൽ 7 എണ്ണം ഉണ്ട്. ചില ടെക്സ്റ്റുകൾ എന്തില്ല, ഈ അന്റാർട്ടിക് പ്ലേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7 മേജർ പ്ലേറ്റുകളാണ്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഡിഫറൻറ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഏതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈഡ് ഇൻറ്റു മേജർ ആൻഡ് മൈനർ പ്ലേറ്റ്സ് ബേസ്ഡ് ഓൺ സൈസ്. അപ്പം വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ മേജർ പ്ലേറ്റുകളെന്നും മൈനർ പ്ലേറ്റുകളെന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ മേജർ പ്ലേറ്റുകൾ നമ്മൾ പറഞ്ഞു 7 മേജർ പ്ലേറ്റുകളുണ്ട്. മൈനർ പ്ലേറ്റുകൾ പറയാം. ഫിലിപ്പീൻസ് മൈനർ പ്ലേറ്റാണ്. കൊക്കോസ് മൈനർ പ്ലേറ്റാണ്. നാസ്ക മൈനർ പ്ലേറ്റാണ്. കരീബിയൻ മൈനർ പ്ലേറ്റാണ്. സ്കോട്ടിയ മൈനർ പ്ലേറ്റാണ്. അറേബ്യൻ അതും മൈനർ പ്ലേറ്റാണ്. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് പറയാം സൊമാലിയൻ പ്ലേറ്റ് മൈനർ പ്ലേറ്റാണ്. ബർമ പ്ലേറ്റ് തന്നല്ലോ മൈനർ പ്ലേറ്റാണ്. കരോളിൻ അതും മൈനർ പ്ലേറ്റാണ്. ന്യൂ ഹെർബിയൻ അതും എന്താണ് മൈനർ പ്ലേറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ അഡീഷണൽ 4 കൂടെ ഞാൻ പറഞ്ഞു. യൂഷ്വലി ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ് മൈനർ പ്ലേറ്റിന് എക്സാമ്പിളുകൾ. ഫിലിപ്പീൻസ്, കൊക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോട്ടിയ, അറേബ്യൻ, പ്ലസ് പിന്നെ ഏത് ഞാൻ അഡീഷണൽ പറഞ്ഞത് ടെക്സ്റ്റിലുള്ളതാണ്. അല്ലാതെ സൊമാലിയൻ, അതുപോലെ തന്നെ ബർമ, കരോളിൻ, അതുപോലെ തന്നെ ന്യൂ ഹെർബിയൻ. ഇതൊക്കെ ഏതാണ്? മൈനർ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണ്. അപ്പോൾ there are 7 മേജർ പ്ലേറ്റ്സ് അല്ലേ? മേജർ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ അന്റാർട്ടിക് ടെക്സ്റ്റിലില്ലെങ്കിൽ അത് എഴുതി ചേർത്തോളാം. അതോടെ ചേർത്താണ് 7 മേജർ പ്ലേറ്റുകളുള്ളത്. അപ്പോൾ ഈ മേജർ പ്ലേറ്റുകളിൽ വെച്ച് തന്നെ ഓഫ് ദീസ് ദ പസഫിക് പ്ലേറ്റ് ഈസ് ദ ലാർജസ്റ്റ്. ഏറ്റവും വലിയ എന്താണ് മേജർ പ്ലേറ്റ് ഏതാണ്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റാണ്. ഏറ്റവും വലിയ ലാർജസ്റ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പസഫിക് പ്ലേറ്റ് ആണ് ഏറ്റവും വലിയ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്നാണ് പറയുന്നത്, ഏറ്റവും ലാർജസ്റ്റ്. പസഫിക് പ്ലേറ്റ് ഇൻവോൾവ്സ് ഓഷ്യാനിക് പാർട്സ് എലോൺ. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്.
പസഫിക് പ്ലേറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? ഓഷ്യാനിക് പാർട്ട് മാത്രമേ ഉള്ളൂ. തന്നെയല്ലോ സമുദ്രഭാഗം അല്ലെങ്കിൽ മഹാസമുദ്ര ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്, പസഫിക് പ്ലേറ്റിൽ ഉൾക്കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ പ്ലേറ്റുകൾ അല്ലേ, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേറ്റ്സ് മൂവ് അല്ലേ, ഫലകങ്ങൾ ചലിക്കുന്നു. ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആർ സിറ്റുവേറ്റഡ് എബോവ് ദ asthenosphere which is in a semi plastic state അല്ലേ. അപ്പോൾ നോക്കാം, ഈ അസ്തനോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അസ്തനോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങളെന്ന് പറയുന്നത് എന്താണ്? സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റാണ്. അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് എന്തല്ല, ലിക്വിഡും അല്ല അതുപോലെ തന്നെ സോളിഡും അല്ല. ഏത് ഫോമിലാണത്? സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭാഗിക ദ്രവാവസ്ഥയിലാണ് ആ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണ്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്? അസ്തനോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ. ദ അസ്തനോസ്ഫിയർ വെച്ച് ഈസ് ഇൻ എ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അവ എങ്ങനെയാണ്? ഭാഗിക ദ്രവാവസ്ഥയിലാണ് ആര് കാണപ്പെടുന്നത്? ഈ അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത് എന്നല്ലോ. അപ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കാം? ഈ പ്ലേറ്റുകൾക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അല്ലേ. എന്തുകൊണ്ട്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് നിൽക്കുന്നത്? സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റാണ് അല്ലേ, ഭാഗിക ദ്രവാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആർ സിറ്റുവേറ്റഡ് എബോവ് ദ അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിൻ്റെ പ്ലേറ്റുകൾ എന്താണ്? സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ് അവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത്. മാഗ്മ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ റിമെയിൻ മോൾട്ടൺ ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ അറ്റ് ദ എർത്ത്സ് ഇൻറ്റീരിയർ ആൻഡ് അണ്ടർഗോസ് കണ്ടിന്യൂസ് കൺവെക്ഷൻ തന്നല്ലോ. അപ്പോൾ മാഗ്മ നമുക്കറിയാം അല്ലേ. ഈ മാഗ്മ എന്ന് പറയുന്നത് എവിടെയാണ്? മാൻറ്റിലിൻ്റെ പാർട്ടാണ് അല്ലേ. അത് എന്താണ്? ഏതവസ്ഥയിലാണ്? അത് റിമെയിൻ മോൾട്ടൺ ആണ് അല്ലേ, എപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് അത് ഉരുകിക്കൊണ്ടിരിക്കുന്നത്? ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ അറ്റ് ദ എർത്ത്സ് ഇൻറ്റീരിയർ. ഭൂമിയുടെ ഇൻറ്റീരിയറിൻ്റെ അല്ലെങ്കിൽ ഉൾവശത്തുള്ള എന്താണ് ഉയർന്ന മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിൽ, ഹൈ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മോൾട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് മാൻറ്റിൽ എന്ന് പറയുന്നത് അല്ലേ. അത് ഉരുകിയ അവസ്ഥയിലാണ്. ഉരുകിയ അവസ്ഥയിലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് കറണ്ട് ജനറേറ്റ് ചെയ്യും അല്ലേ. അത്രത്തോളം അവിടെ പവറുണ്ട്. അപ്പോൾ ആൻഡ് അണ്ടർഗോസ് കണ്ടിന്യൂസ് കൺവെക്ഷൻ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സംവഹനം എന്ന് പറയുന്ന തുടർച്ചയായ സംവഹനത്തിന് എന്ത് ചെയ്യുന്നു? അത് കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്, കണ്ടിന്യൂസ് കൺവെക്ഷന് അല്ലെങ്കിൽ തുടർച്ചയായ സംവഹനത്തിന് അതെന്ത് ചെയ്യുന്നു? വിധേയമാവുന്നു അല്ലേ. അണ്ടർഗോസ് കണ്ടിന്യൂസ് കൺവെക്ഷൻ. അത് ആണ് എന്തിന് കാരണമാകുന്നത്? ദിസ് കാസസ് ദ മൂവ്മെൻറ്റ് ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അല്ലേ. അതാണ് എന്തിന് കാരണമാകുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകുന്നത്. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റിയ ഭാഗം റെഡ് കളറിൽ കണ്ടോ. കറണ്ടിൻ്റെ കൺവെക്ഷൻ പല സൈഡിലൂടെ എന്താണ്? കൺവെക്ഷൻ കറണ്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അത്ര ആ പവറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു? മാഗ്മ റൈസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ ഫിഷറുകളുണ്ടെങ്കിൽ ആ ഫിഷറിലൂടെ എന്ത് ചെയ്യുകയാണിത്? പുറത്തേക്ക് വരും, ഫിഷറുണ്ടെങ്കിൽ. പിന്നെ അവിടെ തന്നിട്ടുണ്ട് സബ്ഡക്ഷൻ സോൺ അല്ലെങ്കിൽ നിമജ്ജന മേഖല നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്? ന്യൂ ഓഷൻ ഫ്ലോർ അല്ലെങ്കിൽ പുതിയ കടൽത്തറ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്? ഈ കൺവെക്ഷൻ കറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാഗ്മ എന്താണ്? ഫിഷറിലൂടെ ഔട്ട്സൈഡിലേക്ക് വന്നാണ് എന്തുണ്ടാകുന്നത്? ന്യൂ ഓഷൻ ഫ്ലോറുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സബ്ഡക്ഷൻ സോൺ എന്താണ് നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓഷൻ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? മാഗ്മ വരുന്നത്, ഫിഷർ തന്നിട്ടുണ്ട് അല്ലേ, സബ്ഡക്ഷൻ സോൺ തന്നിട്ടുണ്ട്, ന്യൂ ഓഷൻ ഫ്ലോർ തന്നിട്ടുണ്ട്. അവിടെ കറണ്ടിൻ്റെ കൺവെക്ഷൻ പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന് കാരണമാവുന്നത്, മൂവ്മെൻറ്റ് ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ കാരണമാവുന്നത്. The plates move at a speed of 2 cm to 12 cm a year. അപ്പോൾ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫലകങ്ങൾ അല്ലേ എത്ര സ്പീഡിലാണ്, എത്ര വേഗതയിലാണ് ചലിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ മുതൽ
12 സെൻറ്റിമീറ്റർ വേഗത്തിൽ, ഒരു വർഷം പെർ ഇയർ അല്ലേ. അപ്പോൾ ഒരു വർഷം 2 സെൻറ്റിമീറ്റർ ടു 12 സെൻറ്റിമീറ്റേഴ്സ് സ്പീഡാണ് ആർക്കുള്ളത്, ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾക്ക് ഉള്ള മൂവ്മെൻറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഹാസ് നോട്ട് ആൾവേസ് ബീൻ യൂണിഫോം. അപ്പോൾ ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, സ്പീഡിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, യൂണിഫോം ആവണമെന്നില്ല, അല്ലെങ്കിൽ സെയിം ആവണമെന്നില്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. Studies indicate that the speed of the plate movement was up to 30 centimeters a year about 580 million years ago. അപ്പോൾ ഇപ്പോഴുള്ള മൂവ്മെൻറ്റ് സ്പീഡാണ് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ടു 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, സ്റ്റഡീസ് ഷോ ചെയ്യുന്നത് തന്നല്ലോ, ഈ പ്ലേറ്റ് ലിത്തോസ്ഫിയറൊക്കെ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 2 to 12 സെൻറ്റിമീറ്ററാണ്. ഇതെപ്പോഴാണ് 580 മില്യൺ ഇയേഴ്സ് എഗോ, 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. 580 മില്യൺ ഇയേഴ്സ് എഗോ, 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡെന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 സെൻറ്റിമീറ്റർ ആയിരുന്നു. അത് അത്രത്തോളം കൂടുതലായിരുന്നു. ഇപ്പോഴത് എത്രയേ ഉള്ളൂ, 2 സെൻറ്റിമീറ്റർ ടു 12 സെൻറ്റിമീറ്റർ വരെ ഉള്ളൂ തന്നല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കണം. ഇനി നമ്മൾ ഒരു പുതിയ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തിലേക്കാണ് പോകുന്നത്, ദ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തിസിസ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതുവരെയുള്ള കാര്യങ്ങൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു വെരി മച്ച്. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം. ഓക്കെ, ബൈ.